ചില ആളുകളുടെ മരണം നമ്മൾക്ക് പാഠമായിരിക്കും. ചില ആളുകളുടെ മരണം നമ്മെ പിടിച്ചുകുലുക്കും. ചില ആളുകളുടെ ജീവിതവും മരണവും വിശ്വാസികളുടെ ഹൃദയങ്ങളെ കീഴടക്കും. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഹാഫിദ് മസ്ഊദ് സഖാഫി എന്ന് പറയുന്ന യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് 41 വയസ്സുകാരനാണ്. പൊടുന്നനെ രാത്രിയിൽ പ്രഭാഷണം കഴിഞ്ഞ് 4 മണിക്ക് വീട്ടിലെത്തിയിട്ട് സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ കിടന്നിട്ട് മരണപ്പെട്ടു പോവുകയാണ്. അന്ന് മരണപ്പെട്ട അന്നും കാസർഗോഡ് ജില്ലയിൽ പ്രഭാഷണമേറ്റിട്ടുണ്ട്. ഈ വരുന്ന റമദാനിൽ 15 ദിവസത്തോളം ഖുർആൻ പ്രഭാഷണത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ചില ആളുകളുടെ മരണം എങ്ങനെയാണ്, നമ്മെ പിടിച്ചുകുലുക്കിക്കളയും. അവരുടെ ജീവിതം വിശ്വാസികളുടെ ഖൽബിന് ചലനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വേർപാടും അങ്ങനെ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹ് ചോദിക്കുന്ന അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. അല്ലയോ മോനെ, നിങ്ങൾക്ക് നല്ലപോലെ ആയുസ് തന്നില്ലേ? ആയുസ് അല്ലാഹു തആല നൽകിയില്ലേ? ജീവിക്കാനുള്ള ആയുസ്. ആ ആയുസ്സിനെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അഅമാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70 വഅഖല്ലുഹും മൻ തജാവസ ദാലിക. എന്റെ ഈ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതിനേക്കാൾ ഒരാൾക്ക് ഓവർ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബോണസാണ്. വളരെ കുറഞ്ഞ ആളുകളാണ് അതിലപ്പുറത്തേക്കുള്ളത്. 60 കഴിഞ്ഞവരുണ്ടെങ്കിൽ ചിന്തിക്കണം, 70 കഴിഞ്ഞവരുണ്ടെങ്കിൽ ചിന്തിക്കണം. അവലം നുഅമ്മിരുകും, അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തിയത്? ആയുസ് മാത്രമല്ല, എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ് വജാഅകുമുൻ നദീർ. ആയുസ് തന്നു എന്ന് മാത്രമല്ല, മരണമുണ്ട് എന്നതിന് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു തആല തെളിവുകളെ അല്ലെങ്കിൽ സൂചകരെ, താക്കീത് നൽകുന്ന അടയാളങ്ങളെ നിങ്ങളിലേക്ക് അയച്ചു തന്നിട്ടില്ലേ? വജാഅകുമുൻ നദീർ. എന്താണ് അടയാളം? വജാഅകുമുൻ നദീർ. എന്താണ് മരണം വരാനുണ്ട് എന്നതിന് നിങ്ങൾക്ക് അടയാളം അല്ലാഹു അയച്ചു തന്നത്? ഹുവ ശൈബു. ഒന്നാമതായി ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നാമതായി നിങ്ങളുടെ തലയിലെ രോമങ്ങൾ നിരച്ചു പോയില്ലേ? തലമുടി നിരച്ചില്ലേ? നിങ്ങൾക്ക് മരണത്തിന്റെ സൂചന അല്ലാഹു തആല നൽകിയതാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്. മരിക്കുന്നതിന്റെ മുമ്പ് മരണത്തിന്റെ ഒരു അടയാളമായി നിങ്ങളിലേക്ക് നിരയെ അല്ലാഹു തആല അയച്ചു തന്നിട്ടുണ്ട്. രണ്ടാമതായി അന്നദീറുൽ ഹമ്മാ, പനി അല്ലെങ്കിൽ രോഗങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിന്റെ തൊട്ട് മുമ്പേ തങ്ങൾക്ക് പനി ബാധിച്ചിരുന്നു. ഇങ്ങനെ അസുഖങ്ങൾ നിങ്ങളിലേക്ക് വന്നുപെട്ടില്ലേ? അത് മരണത്തിന്റെ അടയാളമാണ്. സഹോദരാ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ എത്രയോ അസുഖങ്ങൾ വന്നില്ലേ? ഷുഗർ വന്നുപോയി, പ്രഷർ വന്നുപോയി, കൊളസ്ട്രോൾ വന്നുപോയി, തൈറോയിഡ് കൂടിപ്പോയി, ഇങ്ങനെ ക്ഷീണം വർദ്ധിച്ചുപോയി, ശരീരത്തിന്റെ കിണുപ്പുകളെല്ലാം വേദന വന്നുപോയി, നല്ലപോലെ നടക്കാൻ വയ്യ, കാഴ്ച കുറഞ്ഞുപോയി, ആരോഗ്യം പഴയതുപോലെ ഇല്ല. ഇങ്ങനെ നിന്റെ ശരീരത്തിന്റെ ഘടനകളിൽ വ്യത്യാസങ്ങൾ വന്നപ്പോ അല്ലാഹു തആല പറയുകയാണ്, നിനക്ക് ആയുസ് തന്നിട്ട് വജാഅകുമുൻ നദീർ.
തഗ്യീർ, നിന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഘടനകളിൽ മാറ്റം വരുമ്പോ നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യ, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അസുഖമില്ലല്ലോ, എന്നാൽ ഇപ്പൊ ചെറിയ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ എന്റെ മരണം എന്നെ വിളിച്ചു പറയുകയാണ്. മരണം വരാനുണ്ട്, മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, പടച്ചവനെ എനിക്ക് ഷുഗർ വന്നു പോയിട്ടുണ്ട്, പടച്ചവനെ എനിക്ക് കൊളസ്ട്രോൾ വന്നു പോയിട്ടുണ്ട്, എനിക്ക് BP വന്നു പോയിട്ടുണ്ട്, എന്റെ കാല് ഇപ്പോൾ എനിക്ക് മടക്കാനും നിവർത്താനും പ്രയാസമാണ്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയിട്ടുണ്ട്, മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ മരണം എന്നോട് അടുത്തിട്ടുണ്ട്, അതിന്റെ സൂചനയാണെന്ന് ഖുർആൻ. ഇതൊരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ മരണത്തിന്റെ അടയാളങ്ങളെ ജീവിതത്തിലേക്ക് വരുമ്പോ ആ അടയാളത്തെ മനസ്സിലാക്കി ജീവിതം മാറ്റിമറിക്കാനാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത്. റഅയ്തു ശൈബ മിൻ നുദുരിൽ മനായാ ലിസ്വാഹിബിഹി വഹസ്ബുക മിൻ നദീരി. നിന്റെ ശരീരത്തിൽ നിര വന്നു പോയാൽ, ജനങ്ങൾ കാണുന്നതിൽ നിന്ന് നിരയെ നീ മാറ്റിപ്പിടിച്ചാലും നിന്റെ ശരീരത്തിലേക്ക് നിര വന്നു പോയാൽ, റഅയ്തു ശൈബ മിൻ നുദുരിൽ മനായാ ലിസ്വാഹിബിഹി വഹസ്ബുക മിൻ നദീരി. ആ നിന്റെ തല നിരച്ചത് മരണത്തിന്റെ സൂചനയായി ഒന്നാമത്തെ സന്ദേശം നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. നീ രോഗിയാകുന്നുണ്ടെങ്കിൽ നിന്റെ മരണ